ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഒനിയൻ തോരനാണ്. അതായത് ഈ സവാള ഉള്ളിയുടെ തോരൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കൂട്ടുകാരെ, നമുക്ക് എങ്ങനെയാണ് ഒരു സവാള തോരൻ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ്. നമ്മളിപ്പോൾ വീട്ടിൽ കറി വയ്ക്കാനൊന്നുമില്ല, പെട്ടെന്ന് എല്ലാ വീടുകളിലും കാണുന്ന ഒരു സാധനമാണ് സവാള. ഇത് വെച്ച് എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 സവാളയും ഒരു 4-5 പച്ചമുളകാണ് ഇതിനകത്ത് എരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക്, അത് വലിയ എരിവില്ലാത്തതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, പച്ചമുളകും സവാളയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയൊന്ന് നമുക്ക് സോട്ട് ചെയ്യാം. ഇതിൽ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമുക്ക് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കുക. നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ, വേണ്ടവർക്ക്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ലേശം മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർത്തിട്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്സ്. അപ്പോൾ ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും, അത് മതി. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതിൽ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഇപ്പം ആ സവാള കടിക്കുന്ന ഒരു ഫീലിങ്സ് മാറി ഒരു സോഫ്റ്റ് ആവുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഒന്നുകൂടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. ആക്ച്വലി ഈ തോരൻ ഒരു വളരെ ടേസ്റ്റിയായ തോരനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം ഇതെൻ്റെ ചെറുപ്പനാൾ മുതലേ എൻ്റെ മമ്മി എൻ്റെ വീട്ടിലുണ്ടാക്കാറുള്ളത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോറുണ്ണുകയാണെങ്കിൽ വേറെ കറികൾ തന്നെ പ്രത്യേകിച്ച് വേണമെന്നില്ല. നല്ല ടേസ്റ്റിയായ ഒരു തോരനാണ് ഈ സവാള തോരൻ. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, ടേസ്റ്റിയുമാണ്. നമ്മൾ അത് അതിൻ്റെ ഇളക്കി അതിൻ്റെ ആ വെള്ളാംശം ഒന്ന് കളയുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും എണ്ണയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഞാനത് നോക്കി നല്ല ഉപ്പെല്ലാം ഉണ്ട്, കറക്റ്റാണ് എൻ്റെ ഇത്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂട്ടുകാരെ, നമ്മുടെ ടേസ്റ്റിയായ സവാള ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.